Hi guys, I am Akshay. ഇന്നത്തെ വീഡിയോയിലെ Boya BY M1 എന്ന മൈക്കിന്റെ അൺബോക്സിംഗും റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ guys, ഇതാണ് Boya BY M1 എന്ന മൈക്കിന്റെ ബോക്സ്. സോ സൈഡിൽ ഇവിടെ ഫോർ സ്മാർട്ട് ഫോൺസ്, ക്യാംകോഡേഴ്സ്, DSLR, ഓഡിയോ റെക്കോർഡേഴ്സ് പീസിനൊക്കെ കാണാൻ സാധിക്കുന്നത്, അതിലൊക്കെ അത് ഉപയോഗിക്കാം. പിന്നെ ബാക്കിൽ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും മറ്റു ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഇത്രയും സാധനങ്ങളാണ് ബോക്സിനകത്ത് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഓരോന്നായി ഡീറ്റെയിൽ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് സിലിക്ക ജെല്ലാണ്. ബോക്സിനകത്തുള്ള ഐറ്റംസ് ഒന്നും കേടുവരാണ്ടിരിക്കാൻ ഈ ഒരു ജെല്ല് ഉപയോഗിക്കുന്നത്. അടുത്തത് കാണാൻ സാധിക്കുന്നത് ബോയിൻ്റെ യൂസർ മാനുവലാണ്. അടുത്തത് കാണാൻ സാധിക്കുന്നത് ബോയിൻ്റെ വാറൻറ്റി കാർഡാണ്. ഈ പാക്കേജിനകത്ത് ഫോം വിൻസ്ക്രീൻ ഈ മൈക്കിൽ അറ്റാച്ച് ചെയ്യുന്ന സംഭവമാണ്. ഇത് മൈക്കിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് 1/4 അഡാപ്റ്ററാണിത്. ഇത് നമുക്ക് ക്യാമറയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത കാണാൻ സാധിക്കുന്നത് LR44 ബാറ്ററിയാണ്. ക്യാമറ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബാറ്ററി മൈക്കിൽ ഇൻസേർട്ട് ചെയ്യണം. മൊബൈലാണെങ്കിൽ ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ഒരു പൗച്ചാണ് കാണാൻ സാധിക്കുന്നത്, ബോയിൻ്റെ പൗച്ചാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് മൈക്ക്. ഈ ഒരു ക്ലിപ്പും സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ്. ഈ ഒരു ക്ലിപ്പിന് ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഊരുന്നില്ല. ഈ ഒരു ക്ലിപ്പ് മെറ്റലിൻ്റെ ക്ലിപ്പാണ്. ഇതൊരു ലോങ് വയറാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ദൂരെ ക്യാമറ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ സാധിക്കും. ഇത് കണ്ടൻസറാണ്. ഇതിനകത്ത് ബാറ്ററി ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബാറ്ററി ഇൻസേർട്ട് ചെയ്യുക. ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഈ ബാറ്ററി മതി. LR44 ബാറ്ററി ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ ബാറ്ററി ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ക്യാമറ ഓഫ് സ്മാർട്ട് ഫോണിനാണ് ശരിക്കും. മേലേക്കാക്കിയ ക്യാമറയാണ്. അപ്പോൾ ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ മേലേക്കാക്കിയിട്ട് അതിൽ ബാറ്ററി ഇൻസേർട്ട് ചെയ്യണം. താഴേക്കാക്കിയ ഓഫാണ്, അതായത് ബാറ്ററി ഇൻസേർട്ട് ചെയ്യേണ്ട, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മൈക്കിൽ വിൻസ്ക്രീൻ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് മൈക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു മൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡോർ കണ്ടീഷൻസൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു മൈക്ക് തന്നെയാണ് Boya M1. വയറൊക്കെ നല്ല ലെങ്ത്തിയാണ്, അതുകൊണ്ട് നമുക്ക് കൂടുതൽ ദൂരത്തിൽ ക്യാമറ വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നോയ്സ് റിഡക്ഷൻ നോക്കുകയാണെങ്കിൽ നോയ്സ് റിഡക്ഷൻ അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നുമല്ല. ഇപ്പോൾ ഫാനൊക്കെ ഫുൾ സ്പീഡിലിടുകയാണെങ്കിൽ ആ സൗണ്ടൊക്കെ ഈ ഒരു മൈക്ക് വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ നോയ്സ് റിഡക്ഷൻ പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വ്ളോഗേഴ്സിനൊന്നും ഈ ഒരു മൈക്ക് റെക്കമെൻഡ് ചെയ്യില്ല. വ്ളോഗേഴ്സിനൊക്കെ പറ്റിയ Boya M1 എന്ന് പറഞ്ഞ മൈക്ക് ഉണ്ട്. സോ നിങ്ങളൊരു വ്ളോഗർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മൈക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. രണ്ട് മൈക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൈക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇൻഡോർ കണ്ടീഷൻസൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി മൈക്ക് തന്നെയാണ് Boya M1. പ്രൈസ് ഏകദേശം 700 സംതിങ് രൂപ വരുന്നുണ്ട്. വില കൂടും കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വില കുറഞ്ഞ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. മിക്ക ഡിവൈസുകളിലും ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷനിൽ എക്സ്റ്റേണൽ മൈക്ക് സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ വരുന്ന ചില മൊബൈൽ ഡിവൈസുകളിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ക്യാമറ ഉള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഓപ്പൺ ക്യാമറ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ എക്സ്റ്റേണൽ മൈക്ക് സപ്പോർട്ട് ചെയ്യിപ്പിക്കാമെന്ന് നോക്കാം. ഇതാണ് ഓപ്പൺ ക്യാമറ എന്ന ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്താൽ അതിൽ സെറ്റിംഗ്സ് ഉണ്ടാവും. ആ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയതിനു ശേഷം വീഡിയോ സെറ്റിംഗ്സ് ഉണ്ടാവും. വീഡിയോ സെറ്റിംഗ്സിൽ പോവുക. ശേഷം നിങ്ങൾക്ക് അവിടെ ഒന്ന് സ്ക്രോൾ ചെയ്താൽ ഓഡിയോ സോഴ്സ് കാണാൻ സാധിക്കും. ഓഡിയോ സോഴ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്റ്റേണൽ മൈക്ക് ഒന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എക്സ്റ്റേണലി മൈക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ എക്സ്റ്റേണൽ മൈക്കിൻ്റെ സൗണ്ടും റെക്കോർഡ് ആകുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മൈക്കൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.